ഗുഡ് മോർണിംഗ് ആണ്. അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം പോസിറ്റീവ് ലെവൽ എന്ന് തന്നെ പറയാം. കാരണം സൈഡ് വൈസ് ട്രെൻഡ് ആണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ എടുത്ത് മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും മാർക്കറ്റിൽ ഏകദേശം പ്ലസ്സിൽ ക്ലോസ് ചെയ്തിരുന്നു തന്നെ പറയാം. പ്ലസ്സിൽ കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡൗ ജോൺസിലും മാത്രം ചെറിയ നെഗറ്റീവ് കാണുന്നുണ്ടെന്ന് മാത്രം. ഫ്യൂച്ചർ നടക്കുന്നത് അമേരിക്കൻ ഫ്യൂച്ചർ ഇപ്പോൾ നടക്കുന്നത് ഏകദേശം ഇപ്പോൾ ലൈവാണ്. ഫ്യൂച്ചർ നടക്കുന്നത് ഏകദേശം 162 പോയിൻ്റ് അപ്പാണ്. അതുപോലെ US 500ഉം US ടെക്കും കയറിയിരിക്കുകയാണ്. അപ്പോൾ നെറ്റ് മാർക്കറ്റ് ഇവിടെ പോസിറ്റീവാണ്. ഇനി നമ്മൾ യൂറോപ്പ് എടുത്താലും യൂറോപ്പും പ്ലസ്സാണ് കാണിക്കുന്നത്. CAC എല്ലാം പ്ലസ്സാണ്. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റും പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം നിൽക്കുന്നത് 65 പോയിൻറ്റോളം പ്ലസ്സാണ്. അപ്പോൾ അതാണ് മാർക്ക് ചെയ്യുന്നത്. 65 പോയിൻറ്റ് പ്ലസ്സാണ്. മാർക്കറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. എല്ലാ ദിവസവും അപ് ട്രെൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. എന്നാൽ നമുക്ക് നോക്കാവുന്ന ഇത് 1 ഇയർ ഗ്രാഫാണ്. ഞാൻ ശ്രദ്ധിക്കുക, 1 ഇയറിൻ്റെ ഗ്രാഫിലേക്ക് ഇടുമ്പോഴും ഇതിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ 1 ഇയർ ഗ്രാഫിലെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മളുള്ള കയറുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ടൈറ്റാണ്. എങ്കിൽ തന്നെ അത് കയറി ഈ ഒരു സെക്ഷനിൽ വന്ന് റിട്ടേൺ അടിച്ചുകൂടാന്നില്ല. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് ഹൈലി ബുള്ളിഷ് 1 ഇയർ ഹൈ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഹൈലി ബുള്ളിഷ് അത് ഇത്ര സ്പീഡിൽ പോകണമെന്നുള്ളൊരു സംശയം മാർക്കറ്റിൽ എനിക്കുണ്ട്. അടുത്തത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ ഏകദേശം 1900 കോടിയുടെ ബൈ ആണ് ചെയ്തിരിക്കുന്നത്. 1992 കോടിയുടെ ബൈ ആണ്. അതുപോലെ തന്നെ DASഉം ബൈ ആണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ ഉണ്ട്. മാർക്കറ്റിലെല്ലാം പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ ഇതുകൊണ്ട് കാരണമാകുന്നു. അടുത്തത് ADR ആണ്. ADR നോക്കുമ്പോൾ വിപ്രോ ADR അപ് ട്രെൻഡാണ്. അത് വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ വിപ്രോൻ്റെ ഷെയർസിൽ മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻഫോസിൻ്റെ ADR അപ്പാണ്. ICICIൻ്റെ ADR നോക്കൂ, ഭയങ്കര ഡൗൺ ആണ്. HDFC ADR ഡൗൺ. ഇത് മാർക്കറ്റിനെ നെഗറ്റീവ് ആക്കും. ഞാൻ പറഞ്ഞു ഈ 2 പ്രൊഡക്റ്റ് ICICI ബാങ്കിൻ്റെ ADR, HDFC. അപ്പോൾ മാർക്കറ്റ് കാലത്ത് തന്നെ ഈ 65 പോയിൻ്റ് അപ്പായത് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാതെ വരികയാണെങ്കിൽ ഉടൻ തന്നെ സെൽ ഓഫ് ചെയ്യാൻ സാധ്യതകൾ മാർക്കറ്റിലുണ്ട്. കാരണം ഈ 2 ADR ഡൗൺ ആണ്. അപ്പോൾ ഈ 2 ADR അപ്പോൾ മാർക്കറ്റിൽ ഓപ്പണിംഗ് തന്നെ ചിലപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയകളാണ്. മാർക്കറ്റിൽ ഓപ്പണിംഗ് തന്നെ പ്രോഫിറ്റിൽ ഒരു ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യത്തെ ഈ 2 പ്രശ്നമാണ് ഇതിനെ ബാധിക്കുക. കാരണം ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നതാണ് ADRൻ്റെ ഇഷ്യൂ. ഓക്കെ, പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വിപ്രോ ഇൻഫോസും വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിഫ്റ്റി താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ കുറേ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ആ സമയത്ത് മൂവ്മെൻറ്റ് താഴത്തേക്ക് പോകാൻ മൂവ്മെൻറ്റും കുറയ്ക്കാൻ ചിലപ്പോൾ വിപ്രോനും ഇൻഫോസിനും പറ്റുമെന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 4 കൗണ്ടർ മുമ്പിലേക്ക് ഇടണം. വിപ്രോ, ഇൻഫോസിസ്, ICICI ബാങ്ക്, HDR. ഇതിൽ മൂവ്മെൻറ്റ്സ് നോക്കുക. ഇതിൽ വിപ്രോ ഇൻഫോസിസും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഇൻഡെക്സ് താഴത്തേക്ക് പോവില്ല, നിഫ്റ്റി ഷോർട്ട് അടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഓഫ് കോഴ്സ് നിഫ്രോയിലും ഇൻഫോസിനും അത്ര വലിയ മൂവ്മെൻറ്റ് വരാണ്ടിരിക്കുക. ICICI ബാങ്കിലെ ADRലും HDFC ബാങ്ക് ADRലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഷോർട്ട് ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ക്ലോസിങ്ങിൽ വീക്ക് ക്ലോസിങ് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു എനിക്കിതിൽ അട്രാക്ഷൻ റിലയൻസ് പവറാണ്. നമ്മൾ ഓൾറെഡി റിലയൻസ് പവറൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നോക്കാവുന്ന കൗണ്ടറാണ്. കറക്ഷൻ വരാം. ജിയോ ഫിനാൻഷ്യൽ കറക്ഷൻ വരാം, എങ്കിലും ആക്റ്റീവാണ്. ട്രെൻഡ് കറക്ഷൻ വരണം, എന്നിട്ട് ശേഷം ബൈ ചെയ്യാൻ നല്ലതായിരിക്കും. എക്സൈഡ് ഇന്നലത്തെ ട്രെൻഡ് അനുസരിച്ച് ഇന്നൊരു ബൈ ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഞാനിന്ന് പറയുന്നത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, മാർക്കറ്റ് ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. പല കാര്യം കൊണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ആവശ്യമാണ്, ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡ് ഇവിടെ ക്രിയേറ്റ് ഉണ്ട്. പക്ഷേ മാർക്കറ്റ് കാലത്ത് തന്നെ ഹൈയിൽ അപ്പൺ ചെയ്യുമ്പോൾ കോമൺ ക്ലയൻസ് എല്ലാവരും ബൈ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. പെട്ടെന്നുണ്ടാവുന്ന ബാക്ക് ഫുഡ് ആണെങ്കിൽ, കാലത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്കുള്ള ഫുഡ് ആണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരിക്കും നല്ലത്. അതല്ല കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, താങ്ക് യു.